മഞ്ചേശ്വരത്ത് യുവാവിനെ വെടിയേറ്റു. ബാക്രവയൽ സ്വദേശി സവാദിനാണ് വെടിയേറ്റത്. കൂടെയുണ്ടായിരുന്ന സുഹൃത്ത് തലനാരിയുടെ വ്യത്യാസത്തിലാണ് വെടിയേൽക്കാതെ രക്ഷപ്പെട്ടത്. ഞായറാഴ്ച രാത്രി 9:30-യോടെയാണ് സംഭവം. ദിസ് ന്യൂസ് സ്പോൺസർഡ് ബൈ ഗുണമേന്മയോട് കൂടിയ ഉൽപ്പന്നങ്ങൾ മിതമായ നിരക്കിൽ ശ്രീകൃഷ്ണ ഹാർഡ്വെയർസ്, MG റോഡ്, കാസർഗോഡ്. കുന്നിൻ മുകളിൽ കണ്ട വെളിച്ചം എന്താണെന്നറിയാൻ അന്വേഷിച്ചിറങ്ങിയപ്പോഴാണ് ബാക്രവയലിലെ നടുവയൽ സ്വദേശിയും 22-കാരനുമായ സവാദിനെ വെടിയേറ്റത്. കൂടെയുണ്ടായിരുന്ന സുഹൃത്ത് തലനാരിയുടെ വ്യത്യാസത്തിൽ വെടിയേൽക്കാതെ രക്ഷപ്പെട്ടു. സവാദിന്റെ ഇടത് കാൽമുട്ടിന് മുകളിലായാണ് വെടിയുണ്ട നിറച്ചത്. ഞായറാഴ്ച രാത്രി 9:30-യോടെയാണ് സംഭവം. 2 ബൈക്കുകളിലായി സഞ്ചരിക്കുകയായിരുന്നു സവാദും സുഹൃത്തും. ഇതിനിടെ കജേമാന്തൂർ എന്ന സ്ഥലത്തെത്തിയപ്പോൾ കുന്നിന് മുകളിൽ നിന്നും അസാധാരണമാം വിധം അസ്വാഭാവികമായ രീതിയിലുള്ള വെളിച്ചം കണ്ടു. ഇതേ തുടർന്ന് ഇരുവരും ബൈക്ക് നിർത്തി അവിടെയെത്തി അന്വേഷണം നടത്തി. ആരെയും കാണാത്തതിനാൽ തിരിച്ചു പോകുന്നതിനിടയിലാണ് വെടിവെപ്പുണ്ടായത്. കാലിന് വെടിയേറ്റ സവാദിനെ സുഹൃത്ത് ഉടൻ തന്നെ താഴെ എത്തിക്കുകയും മറ്റുള്ളവരെ വിവരം അറിയിക്കുകയുമായിരുന്നു. അധികം വൈകാതെ തന്നെ സവാദിനെ മംഗളൂരുവിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തു. വിവരമറിഞ്ഞതിന് പിന്നാലെ സ്ഥലത്തെത്തിയ മഞ്ചേശ്വരം പോലീസ് നടത്തിയ പരിശോധനയിൽ തോക്കിന് സമാനമായി പ്രത്യേകമായി ഉണ്ടാക്കിയ ഉപകരണം മരത്തിൽ ഘടിപ്പിച്ച നിലയിൽ കണ്ടെത്തിയിട്ടുണ്ട്. തിങ്കളാഴ്ച പുലർച്ചെയോടെ മഞ്ചേശ്വരം സബ് ഇൻസ്പെക്ടർ ആശുപത്രിയിലെത്തി സവാദിന്റെ മൊഴിയെടുത്തു. കേസ് രജിസ്റ്റർ ചെയ്ത പോലീസ് അന്വേഷണവും ആരംഭിച്ചു കഴിഞ്ഞു. മണ്ഡലം MLA AKM അഷ്റഫ് ഉൾപ്പെടെയുള്ളവരും ആശുപത്രിയിലെത്തി സവാദിനെ സന്ദർശിച്ചു. തിങ്കളാഴ്ച രാവിലെ ഫോറൻസിക് ഉദ്യോഗസ്ഥരും സംഭവസ്ഥലത്തെത്തി പരിശോധനകൾ പൂർത്തിയാക്കി. കുന്നിന് മുകളിലെ കുറ്റിക്കാട്ടിൽ നിന്നാണ് വെടിവെപ്പുണ്ടായതെന്നാണ് നിഗമനം. ന്യൂസ് ബ്യൂറോ, ഉപ്പള.